7.5 ലക്ഷം കർഷക രജിസ്ട്രേഷനുമായി കൃഷിവകുപ്പിന്റെ കതിർ ആപ്പ് പ്രയാണം തുടരുന്നു. 7.5 ലക്ഷം കർഷക രജിസ്ട്രേഷനുമായി കൃഷിവകുപ്പിന്റെ കതിർ ആപ്പ് ജൈത്രയാത്ര തുടരുന്നു. കഴിഞ്ഞ ചിങ്ങം 1-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർഷകരുടെയും കാർഷിക മേഖലയുടെയും സമഗ്ര ഉന്നമനം ലക്ഷ്യം വെച്ച് കതിർ ആപ്പ് പുറത്തിറക്കിയത്. കാർഷികേതര വിഭവ സ്രോതസ്സുകളുടെ സമഗ്രമായ വിവരശേഖരണം നടത്തുകയും അതുവഴി ഭാവിയിൽ നയങ്ങൾ, പദ്ധതികൾ എന്നിവ രൂപീകരിക്കുന്നതിനും കർഷകർക്ക് ആവശ്യമായ വിവരങ്ങൾ, സേവനങ്ങൾ എന്നിവ നൽകുന്നതിനും ആപ്പിലൂടെ സാധിക്കും. ആളുകൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നിരവധിയായ മൊബൈൽ ആപ്പുകൾ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ തന്നെ കേരളത്തിൽ ഉണ്ട്. അതിലേറ്റവും മുന്നണിയിൽ നിൽക്കുന്നത്, ഏറ്റവും പ്രമുഖമായി ഉള്ളത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും പോൾ ആപ്പ് എന്ന കേരള പോലീസിൻ്റെയും ആപ്പുകളാണ്. ഏതാണ്ട് കേരളത്തിലെ മുൻനിര 10 മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഒന്നായി സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പ് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. 2024 ആഗസ്റ്റ് 17-ാം തീയതി, അതായത് ചിങ്ങമാസം 1-ാം തീയതി, കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കതിർ ആപ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഇന്ന് പ്രതിദിനം 20,000-ഓളം കർഷകർ രജിസ്റ്റർ ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഒന്നായി, മൊബൈൽ ആപ്പുകളിൽ ഒന്നായി കതിർ ആപ്പ് മാറിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇതിനോടകം തന്നെ 7 ലക്ഷത്തിലധികം കർഷകർ ഇതിനകത്ത് അംഗങ്ങളായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ PM കിസാനിൽ ചേർന്നിരിക്കുന്ന 28 ലക്ഷം കർഷകർ ഉൾപ്പെടെയുള്ള 30 ലക്ഷത്തോളം കർഷകരെ കതിർ ആപ്പിൽ അംഗങ്ങളാക്കുക, അതിൽ രജിസ്റ്റർ ചെയ്യിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ 10 മൊബൈൽ ആപ്പുകളിൽ ഒന്നായി, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും സുപ്രധാനമായ മൊബൈൽ ആപ്പുകളിൽ ഒന്നായി കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ കതിർ ആപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യം തന്നെയാണ്.